ദൈവത്തിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്ന കർത്താവിൻ്റെ ദൂത് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ജീവിതാവസ്ഥകൾക്ക് വ്യത്യാസം വരത്തക്ക നിലയിൽ സ്വർഗം അതിശക്തമായി ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 23-ാം സങ്കീർത്തനം 6-ാം വാക്യം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമുക്ക് വളരെ സുപരിചിതമായൊരു തിരുവെഴുത്താണ്. ദാവീദ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വിലയേറിയ കരുതലിനെ കുറിച്ചുള്ള തൻ്റെ ദർശനം, തൻ്റെ വെളിപ്പാട്, തൻ്റെ ഹൃദയത്തിൽ ഉടലെടുത്തിരിക്കുന്ന ആത്മീയ മർമ്മങ്ങൾ, അത് ആ വാക്യത്തിൽ നിന്ന് ആഴമായി കാണാൻ കഴിയുക. വചനം വ്യക്തമാക്കുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, എന്നെ പിന്തുടരും. ദാവീദിനെ ഒരുപാട് ശത്രുക്കൾ പിന്തുടരുന്നു, ഒരുപാട് ശത്രുക്കൾ വേട്ടയാടിയിരുന്നു, ഒരുപാട് ശത്രുക്കൾ ദാവീദിനെ അന്വേഷിച്ചിരുന്നു. ദാവീദ് എവിടെ സഞ്ചരിക്കുന്നു അവിടെ പിന്തുടരുന്ന ശത്രുവിൻ്റെ പദ്ധതികളുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നുമല്ല ഭക്തൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നത്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്ന നിലവാരത്തിലുള്ള കാഴ്ചപ്പാട് പ്രാപിച്ചൊരു മനുഷ്യനാണ് ദാവീദ്. ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ആഴമായി ഈ ദൂത് വെളിപ്പെടുത്തുക. നമ്മുടെ പദവി, നമ്മുടെ സ്ഥാനം, നമ്മുടെ ജീവിതത്തിൽ ദൈവം ആക്കിയിരിക്കുന്ന തലങ്ങൾ, നാം ആരാകുന്നു എന്ന ഉത്തമ ബോധ്യം നമ്മുടെ ഹൃദയ കണ്ണൊന്ന് തുറന്നാൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചു, ദൈവം നമ്മെ തെരഞ്ഞെടുത്തു, അതിൻ്റെ ആ ദർശനത്തിൻ്റെ സമ്പൂർണമായ ഒരു തലം നമ്മുടെ ഹൃദയത്തിലൊരു പ്രകാശം ഉദിച്ചു കഴിഞ്ഞാൽ വെളിപ്പെട്ടു വരുന്ന നമ്മുടെ മനോഭാവങ്ങൾ, അതിൻ്റെ തലം വ്യത്യാസമായിരിക്കും. ഞാൻ പിന്തുടരേണ്ടത് എൻ്റെ പിന്നാലെ പിന്തുടരും. ഞാൻ അന്വേഷിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എന്നെ അന്വേഷിക്കും. ഈ തിരിച്ചറിവ് ദാവീദിന് സംഭവിച്ചത് തൻ്റെ ദൈവത്തെ രുചിച്ചപ്പോൾ, തൻ്റെ ദൈവത്തിൻ്റെ കരുതലിനെ രുചിച്ചപ്പോൾ, താൻ ദൈവത്തെ ആഴമായി ഗ്രഹിച്ചപ്പോൾ, തൻ്റെ സ്നേഹത്തിൻ്റെ ഹൃദയതലം തുറക്കപ്പെട്ടപ്പോൾ ദാവീദിന് മനസ്സിലായി, ഞാൻ എൻ്റെ ദൈവത്തെ അന്വേഷിച്ചാൽ മതി, ഞാൻ എൻ്റെ ദൈവത്തെ പിന്തുടർന്നാൽ മതി, എൻ്റെ ദൈവം വെച്ചിരിക്കുന്ന വഴിയെ ഞാനൊന്ന് സഞ്ചരിച്ചാൽ മതി. എൻ്റെ ജീവിതത്തിൽ ചില നന്മകൾ എന്നെ പിന്തുടരും. ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തൊട്ട് ദൂത് വെളിപ്പെടുത്തുക. എൻ്റെ തലമെന്താ, എൻ്റെ പദവി എന്താ, എൻ്റെ സ്ഥാനമെന്താ? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനല്ലേ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകളല്ലേ, ഞാൻ എൻ്റെ ദൈവത്തെയല്ലേ ആരാധിക്കുന്നത്, ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നില്ലേ, ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുകയല്ലേ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പാതയിൽ നടക്കുകയല്ലേ? എൻ്റെ പ്രത്യേകത എന്താ? ഞാൻ നന്മ അന്വേഷിച്ച് അലയേണ്ട വ്യക്തിയല്ല. ഞാൻ നന്മ അന്വേഷിച്ച് അവിടെ ഇവിടെയെല്ലാം ഓടി നടക്കേണ്ട വ്യക്തിയല്ല. എൻ്റെ കർത്താവ് ഉള്ളിടത്തോളം കാലം എൻ്റെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ, ഞാനും എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ നന്മ പിന്തുടരുന്നു, നന്മ പിന്തുടരും. ദൈവത്തിൻ്റെ പൈതലെ, അന്വേഷിച്ചു മടുത്തു, തളർന്നു ക്ഷീണിച്ചു, ഇനി അന്വേഷിക്കാനൊരിടമില്ല. ആ ഒരു തലത്തിലെത്തി നിൽക്കുന്ന കുടുംബത്തോട്, ജീവിതത്തോട് പരിശുദ്ധാത്മാവ് ഈ ദർശനത്തിൻ്റെ, ഈ വെളിപ്പാടിൻ്റെ ദൂത് ആഴമായി പകരുക. എന്നെ അത് പിന്തുടരുക. തലമുറ നന്മ പിന്തുടരുന്നേ, കുടുംബത്തെ നന്മ പിന്തുടരുന്നേ. ദൂത് വിശ്വസിക്കട്ടെ. എന്നെ പിന്തുടരേണ്ടത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്ന മുഴുവൻ കാര്യങ്ങളും, മുഴുവൻ നന്മകളും എന്നെ പിന്തുടരും. ആഴത്തിൽ
ദൈവത്തിൽ ഈ ദൂത് വിശ്വസിച്ചു. അലഞ്ഞു മടുക്കണ്ട, അന്വേഷിച്ചു മടുക്കണ്ട. പാദപീഠത്തിൽ മുട്ടുകുത്തുന്ന ദൈവം ഇതിൻ്റെ ജീവിതത്തിൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, എന്നെ പിന്തുടരും. പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ പൈതലേ, ആഴമായി വിശ്വസിക്കാൻ കഴിയുമോ? ദൈവമുഖത്തേക്ക് നോക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ആഴമായി വിശ്വസിക്കാൻ പറ്റുമോ? എന്നെ പിന്തുടരുന്നത് നന്മയാ, ദൈവത്തിൻ്റെ കരുണയാ. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ തേടി വരുന്ന, എന്നെ അന്വേഷിച്ചു വരുന്ന, എന്നെ പിന്തുടരുന്ന നന്മകളുണ്ട്. ആ പദവിയിലാ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്, ആ സ്ഥാനത്താ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്. ഈ ദൂത് ഏറ്റെടുക്കട്ടെ, ഈ വാഗ്ദത്ത ശബ്ദം ഏറ്റെടുക്കട്ടെ. വിടുതലായിത്തീരും, ആശ്വാസമായിത്തീരും, ആകുലതകളിൽ നിന്ന് പുറത്തു വരുവാൻ ഇടയായിത്തീരും. കർത്താവ് സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയപിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ജനത്തെ സഹായിക്കണം. ഈ ദിവസങ്ങളിൽ അന്വേഷിച്ചിട്ട് കിട്ടാത്ത ആ നന്മ ദൈവമേ പിന്തുടരട്ടെ, അവരെ അന്വേഷിക്കട്ടെ. ആ നിലവാരത്തിലൊരു മഹത്വം കൂടാരങ്ങളിൽ വെളിപ്പെട്ടു വരുവാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഇപ്പോൾ പരിശുദ്ധാത്മാവ് തൊടണം, ദൈവശക്തി തൊടണം, അസാധാരണമായി വിടുതലുകൾ വ്യാപരിക്കട്ടെ. ദൈവകൃപ അവരെ ചുറ്റുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം അവരുടെ കൂടാരത്തിൽ വെളിപ്പെട്ടു വരുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.